നമസ്കാരം. ഇറാന്റെ യുദ്ധരീതികളോട് താല്പര്യമില്ല, ഇസ്ലാമിക ലോകത്തിന് ഒരിക്കലും ഇറാനെ അംഗീകരിക്കാനാകില്ല എന്നാണ് കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു. അതിന് അദ്ദേഹം ചില കാരണങ്ങളും പറയുന്നുണ്ട്. ഈ മുസ്ലിം രാജ്യങ്ങളെ ഇറാൻ വെറുതെ കയറി ചൊറിയുകയാണ്. എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് അബ്ദുൽ ഹക്കീം അസ്ഹരി ചോദിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായം, ഈ യുദ്ധത്തിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രവാസികളാണ്, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരാണ്. അവർക്ക് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാസികളുമായിട്ടൊക്കെ നിരന്തരം ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്, അതുപോലെ തന്നെ അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. എന്തായാലും അവർ പറയുന്നത് ഇവിടെ അമേരിക്കയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നിയന്ത്രിക്കുന്നത്. അവരുടെ ബേസുകൾക്ക് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പിന്നെ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ പതിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്നാണ് അവിടുത്തെ പൗരന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നിരുന്നാൽ പോലും യുദ്ധം അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ഇറാനെ കുറ്റപ്പെടുത്താൻ ഈ യുദ്ധക്കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രവാസികൾ തയ്യാറാകുന്നില്ല, അറബ് രാജ്യങ്ങളിൽ അവിടുത്തെ പൗരന്മാർ തയ്യാറാകുന്നില്ല. കാരണം ഭരണാധികാരികൾ കുറച്ചൊക്കെ നിയന്ത്രിക്കണമായിരുന്നു, കിട്ടുന്നതൊക്കെ അങ്ങ് അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രവാസികളൊക്കെ പറയുന്നത്. ഈ ഒരു സമയത്താണ് കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഇത്തരത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. മുസ്ലിം ലോകത്തിന് ഒരിക്കലും ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. മുസ്ലിം ലോകത്തിന്, മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഇറാനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. രണ്ട് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളെ ഒരിക്കലും ആക്രമിക്കുന്ന നിലപാട് ശരിയല്ല എന്ന ഒരു രീതിയിലുള്ള പ്രതികരണം. എന്തായാലും ഇവിടെ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഇറാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ തല്ലി. ഈ തല്ലിയ വ്യക്തിയെ, കേസിലെ പ്രതിയെ മറ്റൊരാൾ കൊണ്ടുപോയി അയാളുടെ വീട്ടിൽ താമസിപ്പിച്ചു. ഇയാൾ അടിക്കും, ആ വീട്ടിൽ കയറി ഒളിക്കും. ഈ വീട്ടിൽ നിന്ന് പിടിക്കാതെ ഇയാളെ കിട്ടാൻ ഒരു വഴിയുമില്ല. അടി കൊണ്ടവന് ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ട്, പക്ഷെ ഇയാളെ കിട്ടണമെങ്കിൽ ഈ വീട്ടിൽ പോകണം. വീട്ടുകാരനാണെങ്കിൽ ഇയാളെ സംരക്ഷിക്കാനാണ് അയാൾക്ക് താല്പര്യം. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്? അതുകൂടെ ഇവിടെ അബ്ദുൽ ഹക്കീം അസ്ഹരി വ്യക്തമാക്കണം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. കാരണം ഇറാൻ വെറുതെ കയറി അടിച്ചതല്ല. ഇറാനെ തുടർച്ചയായി ആക്രമിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, എന്തിനധികം പറയുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട്, ഇതൊക്കെ കൊടുക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതുവരെ ചെയ്ത യുദ്ധത്തിന് ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം, തുടർന്ന് അങ്ങോട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. ട്രില്യൺ കണക്കിന് രൂപയാണ് ചോദിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്, ഇവിടെ അമേരിക്കയും ഇസ്രായേലും യുദ്ധം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് എന്താണ് ലാഭം? ഈ ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ ഇസ്രായേലും അമേരിക്കയും ഇറാനെ കയറി ചൊറിഞ്ഞത്? അതുകൂടെ പരിശോധിക്കണം. അല്ലാതെ ഇവിടെ ഇറാൻ ചെയ്യുന്നത് 100% ശരിയല്ല എന്നങ്ങ് പറഞ്ഞു പോകരുത്. കാരണം താങ്കളെ ഇവിടെ ഒരുപാട് ആളുകൾ അറിയുന്ന, ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്ന ഒരു സമുദായ നേതാവാണ്. ഒരുപാട് ആളുകൾ താങ്കളെ ഫോളോ ചെയ്യുന്നുണ്ട്. താങ്കളെ പോലുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒന്നുകൂടെ കൃത്യമായി പരിശോധിക്കാൻ തയ്യാറാകണം എന്നുള്ളത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. ഞാനത് താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി കഴിഞ്ഞ സമയങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗസയിലേക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. വലിയ ആക്രമണങ്ങൾ, ഒരുപാട് നിരപരാധികൾ മരിച്ചു വീണു, കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് നിരപരാധികൾ മരിച്ചു വീണു. ഈ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ താങ്കൾക്ക് എന്തായാലും അതിനോട് യോജിക്കാൻ കഴിയില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്കിവിടെ വേറൊരു കാര്യമാണ് ചോദിക്കാനുള്ളത്. ഈ സമയത്ത് പോലും ഒരു അക്ഷരം പോലും ഗസയ്ക്ക് വേണ്ടി സംസാരിക്കാത്ത എത്രയോ പണ്ഡിതന്മാർ, താങ്കൾ അറിയുന്ന പണ്ഡിതന്മാർ തന്നെ നമ്മുടെ ഈ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഉണ്ട്. അതായത് അവർ ഒരു അക്ഷരം പോലും പറയാൻ തയ്യാറായിട്ടില്ല. അത് ശരിയല്ലെന്നോ ശരിയാണെന്നോ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം കൂടെ ഇവിടെ ഈ ഒരു സമയത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ സൗദി അറേബ്യയിലേക്കും അതുപോലെ തന്നെ
മറ്റ് ഈജിപ്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഉംറ പാക്കേജ്, ഹജ്ജിന് കൊണ്ടുപോകുന്ന പരിപാടി, അമീറായിട്ട് പോകുന്ന പരിപാടി, മറ്റ് സിയാറത്ത് പരിപാടികളൊക്കെ പണ്ഡിതന്മാർ ഇവിടെ പലപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്, അതിന്റെ അമീറന്മാരാണ്. അവർക്ക് സ്വന്തമായി ഉംറ ഹജ്ജ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഞാൻ അതിനെയൊന്നും കുറ്റപ്പെടുത്തുകയല്ല. ഞാനിവിടെ ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഈ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്സരി അറിയാത്ത വ്യക്തിയല്ല. ഞാൻ ആ മനുഷ്യന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ വയറ്റിപ്പഴപ്പാണ്. ആ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇത്തരം വിഷയങ്ങൾ ശരിയല്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പരസ്യമായി പ്രതികരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞങ്ങൾ ഈ ഉംറ ഹജ്ജ് പരിപാടികളൊക്കെ നടത്തുന്ന ആളുകളാണ്. അതുപോലെ തന്നെ പല സിയാറത്ത് പരിപാടികളും നടത്തുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ ഈ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ കുറ്റപ്പെടുത്തിയാൽ ചിലപ്പോൾ അവിടെ പോയാൽ അവിടെ അകത്താവാനുള്ള സാധ്യതയുണ്ട്. സൗദി അറേബ്യയിലൊക്കെ പോയാൽ ചിലപ്പോൾ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഉസ്താദ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നമാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് ഇവിടെ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്സരി ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ സൗദി അറേബ്യക്കാണെങ്കിലും അതുപോലെ തന്നെ ഖത്തറിനാണെങ്കിലും മറ്റു രാജ്യങ്ങൾക്കാണെങ്കിലും അമേരിക്കയോടും ഇസ്രായേലിനോടുമാണ് കൂറ്. അമേരിക്കയെയും ഇസ്രായേലിനെയും കുറ്റപ്പെടുത്തിയാൽ സൗദിയിൽ പോയാൽ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നല്, ഒരു ആശങ്കയാണ് ഉസ്താദ് പങ്കുവച്ചത്. ഞാൻ ആ വിഷയം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്സരിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടെ കാണാനും അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ ഇവിടെ ഹക്കീം അസ്സരി തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൾഫിലെ പ്രവാസികൾക്ക് പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. പലർക്കും ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പോലും ഇവിടെ ഈ ഇറാനെ തള്ളി പറയാൻ കഴിയുന്നില്ല. കാരണം അവരെ ഒരുപാട് കാലമായി ബുദ്ധിമുട്ടിക്കുകയാണ്. ഉപരോധങ്ങൾ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നു. ഇത്തരത്തിലുള്ള ഉപരോധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുമ്പോഴും അവർ പിടിച്ചു നിന്നു. അവരിവിടെ ശക്തരായി, ഞങ്ങൾ ശക്തരാണ് എന്നവർക്ക് കാണിക്കാൻ കഴിഞ്ഞു. പിന്നെ അറബ് രാജ്യങ്ങൾ അമേരിക്കയോടും അതുപോലെ തന്നെ ഇസ്രായേലിനോടുമൊക്കെയുള്ള അവരുടെ ആ ബന്ധം, അവരോടുള്ള കൂറ് അത് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവിടെ ഇറാൻ ചില തിരിച്ചടികൾ നടത്തിയത്. എന്തായാലും ആ തിരിച്ചടികളും ഈ പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കട്ടെ. അവസാനിപ്പിക്കാൻ വേണ്ട ഇടപെടലുകൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം. യുദ്ധം പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല, നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. കാരണം ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് കെടുതി ഒരുപാട് നിരപരാധികൾ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് നിരപരാധികൾ മരിച്ചു വീഴേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അത്തരത്തിലുള്ള വാക്കുകളാണ് ഇവിടെ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസ്സരിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.